Study ACCA at Lakshya. Admissions open for the current academic year. തുമ്പപ്പൂ നുള്ളി നടക്കും തിരുവോണത്തിനു വന്നവരെ, തുമ്പപ്പൂ നുള്ളി നടക്കും പൊന്നോണത്തിനു വന്നവരെ, താനാനി തനനനീനെ താനാനീനന തനിനനിനി തനിനാനനാനനീനി തനിനാനിനീനനീനി തന്നനനാന തനനനാന താനിനനീനന താനിനനീനനീ. ആ പാട്ടാണ് എൻ്റെ ഒരു ഉദയം. അപ്പോൾ എന്തായാലും നമ്മുടെ സെമി ഫൈനലിൽ വന്ന ഷിബുവിന് സ്വാഗതം. അതെ, ഞാൻ ഇതിനു മുൻപ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. അതുകൊണ്ടിട്ട് എനിക്ക് ഈ ഫ്ലോറിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെക്നീഷ്യൻസ് ഉൾപ്പെടെ മ്യൂസീഷ്യൻസ് ഉൾപ്പെടെ, നിങ്ങളുടെ കാര്യം പറയണ്ട, എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അതുകൊണ്ടിട്ട് ഒരു പുതിയ സ്ഥലത്തേക്ക് വരുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല, സ്വന്തം ഓഫീസിലേക്ക് വന്ന പോലെ. കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പിറകെ പോയി, ആവണിത്തുമ്പിക്കും നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട പുത്രനായ നമ്മുടെ ഷിബുവണ്ണനും സ്വാഗതം. ഓ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നമ്മൾ പുറത്തു പോകുമ്പോഴോ ആൾക്കാരെ കാണുമ്പോഴോ അവർ പറയും, കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സില് ഷിബുവിന്റെ പാട്ടുണ്ടായിരുന്നു. ഏത് പാട്ട്? അത് തുമ്പപ്പൂ നുള്ളി നടക്കുന്നു അല്ലെ ഏതെങ്കിലും പാട്ട് പറയും. അപ്പൊ ഇടയ്ക്ക് പിന്നെ ഞാൻ കേൾക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ എന്തേ നീ കണ്ണാ, എന്തേ നീ കണ്ണാ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വ്യൂവേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴ് എത്രയേ വ്യൂവേഴ്സ്. എന്തായാലും ഷിബു ഈ സെമി ഫൈനലിൽ വന്നതിൽ ഏറെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം, സോ മച്ച്. ഷിബുജി സ്വാഗതം. വളരെ സന്തോഷം, വളരെ സന്തോഷം. പിന്നെ നമ്മളെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ഷിബുജി, വെൽക്കം ടു ടോപ്പ് സിംഗർ സീസൺ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ചിരിക്കൊഞ്ചലിന്റെ സ്നേഹഗീതവുമായി സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തുന്നു കോഴിക്കോടിന്റെ മിടുക്കി പാട്ടുകാരി. വെൽക്കം ദേവന ശ്രീയ. ഇഞ്ചിക്കുഞ്ചിയുടെ സെമി ഫൈനൽ ഇവിടെ കഴിഞ്ഞു. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ഫിനാലെ. വിജയം മാത്രമാണ് ദേവനശ്രീയുടെ മനസ്സിൽ. ഫൈനലിലെത്തുക എന്ന ഈ ഗായികയുടെ മോഹങ്ങൾ സഫലമാകും. സെമി ഫൈനലിലെ അവസാന റൗണ്ടിൽ പ്രാർത്ഥനകളോടെ എത്തുന്ന ദേവനശ്രീയെ കാത്തിരിക്കുന്നത് അപ്രതീക്ഷിത വിധിയാണ്. കണ്ടു തന്നെ അറിയണം.
മോളെ പറയാൻ വാക്കുകളില്ല. അസലായിരുന്നു. കാരണം എനിക്ക് മോടെ ഒരു പോയിന്റ് ഇപ്പം ഞാൻ മനസ്സിലാക്കി, യു ആർ വെരി പ്രൊഫഷണൽ. അതായത് എൻ പോർഷൻ ഉണ്ടല്ലോ, എല്ലാ അനുപല്ലവി ചരണം, ഇതിൻ്റെ ആ പോർഷനിൽ സാധാരണഗതിയിൽ വേറെ ഏതെങ്കിലും പാട്ടുകാർ പാടുമ്പം കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷേ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ പാടുമ്പം അവർക്കറിയാം ഈ ബ്രത്തിൻ്റെ ശബ്ദം വെളിയിൽ കേൾപ്പിക്കാതെ എങ്ങനെ പാടണം എന്നറിയാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ മോളെ പാടിക്കും എവിടെയെങ്കിലും, ലീല എവിടെയെങ്കിലും ഏതെങ്കിലും വെച്ച്. ഈ പോയിന്റാണ് ഞാൻ പറയുന്നത്. അത് താഴേന്ന് ഏറ്റവും മേളിൽ വന്നിട്ട് ആടേണം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അറിഞ്ഞതേയില്ല. അതാണ് പ്രൊഫഷണലിസം. അത് നാച്ചുറലായിട്ട് ഒരു ഇൻബോൺ ടാലൻ്റ് ആണ്. അതങ്ങനെ തന്നെ വരണം. അസലായിട്ട് പാടി. എക്സെപ്റ്റ് ഒരു എന്താണ് മഞ്ഞത്തുകിലും ആ ഒരു പോയിന്റിൽ മാത്രം വിശ്രുതിയുടെ ഒരു ബ്ലെൻഡ് മാത്രം, ഒരു ശാക്കലം. പക്ഷെ നമ്മളിത് നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സെമി ഫൈനൽ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നേരത്തെ ആണെങ്കിൽ ഇതൊന്നും നോക്കത്തില്ല. ഇതിപ്പോൾ ഒരു പക്ഷേ ഒരാൾ പറയുകയാണ് ഇത് ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. വീണ്ടും റിപ്പീറ്റ് ഇട്ടിട്ട് കാണിച്ചു കൊടുക്കാം, ഇന്നതായിരുന്നു ഈ പോയിന്റ്, അവിടെ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. അത്രയും ക്ലാരിറ്റിയോട് കൂടിയാണ് ഈ ടോപ്പ് സിംഗർ മുമ്പോട്ട് പോകുന്നത്. ക്യൂട്ടായിട്ട് പാടും. അതാ ഈ പാട്ട് കേൾക്കാൻ വളരെ സിമ്പിളാണ്, സുന്ദരമാണ്. പക്ഷെ പാടാൻ കുറേ അധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ചും ശ്വാസം കിട്ടാനായിട്ട് ആ ചരണങ്ങളുടെ അവസാനത്തെ വരികൾ ശ്വാസം ബുദ്ധിമുട്ടാണ്. ഒരു വാക്ക് ലീലാ ഗോപാല ഭാവങ്ങൾ ഓരോന്നും ആണ്, ഓരോന്ന് എന്നാണ് പാടിയത്. കുറ്റമറ്റതാകുന്നതാണ് പെർഫെക്ഷൻ. ആ പെർഫെക്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ചിക്കുണ്ട്. അതാണ് കുഞ്ചിയുടെ ടാലന്റ്. ആ കുഞ്ചിയുടെ ടാലന്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നല്ല അസല് കൈയടി കൊടുക്കേണ്ടത്. ഒരു കുഞ്ഞു വായിൽ നിന്ന് കൃഷ്ണനെ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ശരിക്കും ഇവിടെ എല്ലാം കൃഷ്ണൻ ഓടി കളിക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇഞ്ചിക്കുഞ്ചിയുടെ സെമി ഫൈനൽ ഇവിടെ കഴിഞ്ഞു. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പരിസമാപ്തിയായിരുന്നു. അപ്പൊ ഇനി ഫൈനലിൽ ഇതേപോലെ ഒട്ടും ഭയമില്ലാതെ കോൺഫിഡന്റ് ആയിട്ട് ധൈര്യമായിട്ട് പാടിക്കോളൂ. ഗോഡ് ബ്ലെസ് യു. എനിക്കെപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതായത് ഒരു 6 മാസം മുൻപാണ് ഞാനിവിടെ ഇതിനു മുൻപ് വരുന്നത്. അന്ന് കണ്ട കുട്ടികളിൽ നിന്ന് എത്രയാണ് മാറ്റം വന്നിരിക്കുന്നത്. തുടക്കം തുടങ്ങി നമ്മൾ വാച്ച് ചെയ്യുമ്പോഴേ ഈ കുട്ടികൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഈ കുട്ടികളെ ഗ്രൂം ചെയ്ത് വന്നതിന് ആദ്യം ഫ്ലവേഴ്സ് ടിവിക്ക് ഹാറ്റ്സ് ഓഫ്. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ഫിനാലെ. ഇഞ്ചി കുഞ്ചി ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തരുന്നു. ഇറ്റ്സ് 99 out of 100. Yes, Inji Kunji is going to be awarded a Super Supreme today. ആദ്യ ഒരു കൃഷ്ണ കിരീടം പൂക്കുറ്റി. Congratulations, you are awarded a Super Supreme. Thank you, sir. Tata, all the best. Thank you. മികച്ച മാർക്ക് നേടി സെമിയിൽ ഞെട്ടിച്ചു ദേവനശ്രീയ. പക്ഷേ ഫൈനലിന്റെ അങ്കത്തട്ടിൽ ഈ പ്രകടനത്തിന് സാധ്യതയുണ്ടോ? കാത്തിരിക്കാം അന്തിമ വിധിക്കായി.